എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമയിൽ വരുന്ന ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരാളാണ് ഞാൻ. ആ സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി അലഞ്ഞു നടന്നിട്ടോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പേടി തോന്നുകയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എന്താ പറയുക കൂടുതൽ അറിവുണ്ടെങ്കിലല്ലേ നമുക്ക് അത് പേടിക്കേണ്ട കാര്യമുള്ളൂ. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ വിനീതേട്ടൻ എന്നൊരു വ്യക്തിയെ, ഞാൻ ഒരു നടനെ ആദ്യമായിട്ട് കാണുന്നത് വിനീത് ശ്രീനിവാസനെ. ആ വിനീതേട്ടനെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഓഡീഷനിലെ കാര്യങ്ങൾ നടന്ന് അതിൻ്റെ പ്രോസസ്സെല്ലാം കറക്റ്റായിട്ട് വന്നു. നമ്മളെ സെലക്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ സമയവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ പഠിച്ച് അപ്പോൾ നമുക്ക് ഒന്നും അറിയാതെ നിൽക്കുന്നതുകൊണ്ട് എല്ലാം പുതുമയായിട്ട് തോന്നി. പിന്നെ വിനീതേട്ടൻ എന്ന വ്യക്തി, ശ്രീനേട്ടൻ എന്ന വ്യക്തി, അവരുടെ കൂടെയുള്ള ഒരു ഇത്, ശ്രീനിവാസൻ എന്ന അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഉപരി തൊട്ടതെല്ലാം പൊന്നാക്കിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എന്തായാലും കിടുവാവുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു. അതിൻ്റെ ടെൻഷൻ ഞങ്ങൾക്കില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ചോദിച്ചു എന്തുകൊണ്ടാണ് വിനീതേട്ട എന്നെ സെലക്ട് ചെയ്യാൻ. കാരണം ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ ഒരു ഫ്രണ്ട്ലി ടോക്കിൽ നടന്ന സംഭവം. അപ്പോൾ എടാ ആ ക്യാരക്ടർ നീ മാത്രമേ പറ്റുള്ളൂ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. എടാ പുള്ളിയുടെ ഒരു ചിരിയുണ്ടല്ലോ, ആ ചിരിയും ചിരിച്ചങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു ഇത് ഇതുവരെ സീരിയസ് ആയിട്ട് ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല. ഇല്ല, ക്യാമ്പ് നടത്തിയിരുന്നു വിനീതേട്ടൻ. അപ്പോൾ ഈ ക്യാമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 5 പേരെയും എന്താ പറയുക ഭയങ്കരമായിട്ട് ഞങ്ങളെന്താണെന്നും ഞങ്ങളുടെ കഴിവുകൾ ഓരോന്നും പിന്നെ ഈ ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെയാണെന്നും നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മളെ നന്നായിട്ട് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഫസ്റ്റിലെ ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഇപ്പോൾ പുരുഷു എന്നുള്ള കഥാപാത്രം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഉറപ്പായിരുന്നു ഞാൻ പുരുഷുവാണ്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ആ പേരുകൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ ഇടയ്ക്ക് പുരുഷു അമ്മമാർ എന്നെ വിളിക്കും. അത് അങ്ങനെയാണ് വിളിച്ചത്. അജുവിനെ ഇപ്പോഴും കൂട്ടുകൂട്ടുമെന്നാണ് നമ്മുടെ ഫോണിലൊക്കെ സേവ് ചെയ്തിട്ടേക്കണ. അങ്ങനെ തന്നെയാണ്. അഭിനയമോഹം ഇല്ലാത്ത ആരും തന്നെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഈ പത്രത്തിലെ സംഭവം കാണിച്ച് കഴിഞ്ഞപ്പോൾ വിനീത് ശ്രീനിവാസൻ പടം ചെയ്യാൻ പോകുന്നു, ഒരു പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫ്രണ്ട് വനിതയുടെ ഒരു ഫോട്ടോഗ്രാഫറുണ്ട്, ഇപ്പോൾ വനിതയുടെ ഫോട്ടോഗ്രാഫർ, അവനെ വിളിച്ചു. ഞങ്ങൾ എൻ്റെ ഫ്ലാറ്റിൽ വെച്ച് തന്നെ ഞങ്ങളൊരു ചെറിയൊരു ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ നടത്തി നേരെ അങ്ങോട്ടേക്ക് ഇതൊക്കെ അയച്ചു കൊടുത്തു. ഫോട്ടോ അയച്ചു കൊടുത്തു, എന്നെ കൊറിയറിൽ അയച്ചു. പിന്നെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ഓഫീസിൽ കൊണ്ട് കൊടുത്തു. വിനീതേട്ട ഇടയ്ക്ക് പറയും എവിടെ നോക്കിയാലും നിൻ്റെ ഫോട്ടോ മാത്രം ഉണ്ടാവുള്ളൂ, എവിടെ നോക്കിയാലും ഇത് വലിയ ശല്യം, ഈ പ്രാന്തനെ ഇവരെ വിളിക്കാതെ അങ്ങനെ പറയുന്ന സമയം ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഓഡീഷനിലേക്ക് കയറി. അങ്ങനെയാണ് ഞാൻ അങ്ങനെ 1 by 1 ആയിട്ട് കയറിയതാണ്. കലയെ ഉപേക്ഷിച്ച് ശരിക്കും നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം. നമ്മുടെ പണമില്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമ്മുടെ ഫാമിലിയിൽ നമുക്ക് ഡെയിലി ഉള്ള കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ തന്നെ നമുക്ക് പൈസ ഇല്ലാതെ ഒരു രക്ഷയില്ല. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പഠനവും പരിപാടിയും ഒക്കെ ആയിട്ട് അങ്ങ് പോയി ഓരോരോ പപ്പയുടെ ബിസിനസ് കഴിക്കുക, ആ ഒരു ലൈനായിരുന്നു. പിന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് കലയോട് കൂടി തന്നെ കലയിൽ നിന്ന് കിട്ടുന്ന ഒരു ക്രിയേറ്റിവിറ്റി നിന്ന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. നമുക്ക് പണം കിട്ടും, അതുപോലെ തന്നെ നമുക്ക് അംഗീകാരം കിട്ടും, അതുപോലെ പ്രോത്സാഹനങ്ങൾ നമ്മൾ മറ്റുള്ളവരെ അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു ഭീകരത തന്നെയാണ്. വൺസ് അത് ഉള്ള സമയത്ത് അത് നമുക്ക് ഭയങ്കര സന്തോഷം തരും. അതില്ലാത്ത സമയത്ത് അതിൻ്റെ രണ്ടും ഭയങ്കര എക്സ്ട്രീമായിരിക്കും. അപ്പോൾ എൻ്റെ അപ്പ പറയാറുണ്ട് അങ്ങനെ നടന്ന് മുകളിലേക്ക് കയറുന്നോറും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കീപ്പോട്ടിങ്ങനെ നോക്കണമെന്ന്. കാരണം എന്തോരം ഇനി ഞാൻ വീഴാൻ പോണ ആഴം എത്രയുണ്ടെന്നുള്ളത്, എങ്ങനെ തെന്നിപ്പോയാൽ താഴെ വീഴാനുള്ള ആഴം എന്തോരം എന്നുള്ളത്. അപ്പോൾ അതിന് അങ്ങനെ നോക്കിയാൽ കയറി പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനില്ല. അല്ല, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷമാണ്. പക്ഷേ എൻ്റെ ചില തീരുമാനങ്ങളും നിവിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഞാൻ കണ്ടത് അവനെടുത്ത തീരുമാനങ്ങളെല്ലാം കറക്റ്റായിരുന്നു. അവൻ്റെ സെലക്ഷൻസ് എല്ലാം ഒക്കെ ആയിരുന്നു. അത് ഓരോരുത്തർക്ക് കിട്ടുന്നൊരു ഇതാണ്. എനിക്കത് എൻ്റെ പല സെലക്ഷൻസും മോശമായി പോയിട്ടുണ്ട്. അത് ചില കാരണങ്ങൾ കൊണ്ടാണ്. കാരണം നമ്മൾ ഫാമിലി ആവും, അപ്പോൾ നമുക്ക് പിടിച്ചേക്കണമെങ്കിൽ വേറെ ഇത് വേണം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറ്റി പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് മാക്സിമം ഇല്ലാതെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടായാലും വേണ്ടില്ല, നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ തന്നെ ഒരു സിനിമ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇരുന്നിട്ട് നമ്മൾ ചെറിയ സബ്ജക്റ്റുകൾ സംസാരിക്കുക, നമ്മൾ നല്ല കുറേ സിനിമകൾ കാണുക,
പിന്നെ എന്താ പറയുക, ഇതിനൊരു നമ്മളൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ഒരു കൂട്ടായ്മയുണ്ട്. ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്നുണ്ടാകുന്ന സിനിമകൾക്ക് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും എന്തായാലും. മറ്റേത് ഒരാൾ മുകളിൽ നിന്നിട്ട് അയാൾ പറയുന്ന കാര്യങ്ങളെ മാത്രം അംഗീകരിച്ച് അയാളുടെ ആ തോട്ടിലൂടെ മാത്രം പോകുന്നൊരു രീതിയാണ്. പക്ഷേ അതും വേറൊരു തലമുണ്ട്. ശരിയാണ്. അത് എനിക്ക്, കാരണം അവരെ ഒന്നും ഒരിക്കലും പുച്ഛിച്ച് പറയാൻ പറ്റില്ല. അവരൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതിൻ്റെ 10-1 പോലും ഇപ്പോൾ ഉണ്ടാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ ഒരു പോസിറ്റീവ് എനർജിയും ആ ഒരു സുഖവും ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടുന്നൊരു മാതൃക എന്ന് പറയുന്നത്, എനിക്ക് സിനിമയിൽ എനിക്ക് പരിചയമുള്ള വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിനീതേട്ടൻ കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. ഇതാണ്, ഇങ്ങനെയാണ് പോകേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. പുള്ളി പറഞ്ഞു തന്നേക്കണമല്ല, പുള്ളി ലൈഫിൽ ജീവിച്ച് കാണിച്ചു തന്നേക്കണ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യാനായിട്ടാണ് ഞങ്ങളെല്ലാവരും തന്നെ ശ്രമിക്കുന്നത് പലപ്പോഴും. പിന്നെ അതൊരു സുഖമാണ്. ഈ കൂട്ടായ്മ നല്ല തന്നെയാണ്. ഞാൻ എപ്പോഴും പറയണത്, നമുക്കിത് എന്താ പറയുക, നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ പലയിടത്തുനിന്നും നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമകൾ കാണുമ്പോൾ, ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾ ചിലപ്പോൾ ചേട്ടൻ കണ്ടിട്ടുണ്ടാകുന്ന വഴിയില്ല. അപ്പോൾ നിങ്ങൾ കണ്ട സിനിമകൾ എനിക്ക് പരസ്പരം ഷെയർ ചെയ്യുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, മാക്സിമം അറിവ് കിട്ടും നമുക്ക്. അപ്പോൾ ഈ അറിവുകളെല്ലാം നമ്മൾ കൂട്ടി വേപ്പിച്ച് ഒരു കുഞ്ഞ് സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് അത് സക്സസ് ആയി കിട്ടുമ്പോൾ ഇതിൻ്റെ പുറകിലൊരു പെയിനും കുറച്ച് കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവും. അതിനകത്ത് കിട്ടുന്ന സുഖമൊന്നും വേറെ തന്നെ ആയിരിക്കും. അപ്പം അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. പിന്നെ സിനിമയിൽ പാരകൾ എന്ന് പറയുന്നത് അത് നാച്ചുറലാണത്. കാരണം സിനിമയിൽ മാത്രമല്ല, അത് ഏത് ഫീൽഡിൽ നോക്കിയാലും ഈ പറയുന്ന പോലെ. കാരണം അത് ഒരാൾ നന്നാവുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഉള്ളിലൊരു ചെറിയൊരു ഇഷ്ടക്കേടുള്ളവരാണെങ്കിൽ പിന്നെ പറയും വേണ്ട, അത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ ആരോടും ഒന്നും തോന്നിയിട്ടില്ല. കാരണം ആർക്കും കുശുമ്പുണ്ടാകുമ്പോൾ അതിനൊന്നും ഞാനൊന്നും ആയിട്ടില്ല. അങ്ങനെ ആവുമ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ.